മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുകയാണ്. നാവികസേനയുടെ നേതൃത്വത്തിൽ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഐബോർഡ് എന്ന ഉപകരണം ഉപയോഗിച്ചാണ് നാവികസേനയുടെ തെരച്ചിൽ. ഉപകരണത്തിന്റെ നിരീക്ഷണ പരിധി 2.4 കിലോമീറ്ററാണ്. മണ്ണിൽ പുതഞ്ഞുപോയ വസ്തുക്കൾ 20 മീറ്റർ ആഴത്തിൽ കണ്ടെത്താനാകും. വെള്ളത്തിലും മഞ്ഞിലും 70 മീറ്റർ ആഴത്തിലും കണ്ടെത്താനാകും. സോണാർ സിഗ്നലിൽ ഭാരമേറിയ ലോഹവസ്തുക്കൾ കണ്ടെത്തുന്നതായിരിക്കും ഇന്ന് പരിശോധന നടക്കുക. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പുഴയുടെ എതിർവശത്ത് നിന്ന് ഗ്രാമീണർ പകർത്തിയ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. ಅದೇ ಗಾಡಿನ ಬಂತು. ಹೋಗ